നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് നോഫൽ, ആസ്റ്റമിംസ് കോട്ടക്കലിലെ ഗാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഏറ്റവും കോമണസ്റ്റ് ടോപ്പിക് എന്നും പറയാം. ഇതാണ് നെഞ്ഞെരിച്ചൽ അല്ലെങ്കിൽ പുളിച്ചു തേട്ടൽ. ഏറ്റവും കൂടുതൽ സിംറ്റംസ് ആയിട്ട് പേഷ്യൻ്റ് വരുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഈ നെഞ്ഞെരിച്ചൽ പുളിച്ചു തേട്ടൽ എന്ന് പറയുന്നത് ഇതൊരു സിംറ്റമെറ്റോളജിയാണ്, അതായത് ഒരു രോഗലക്ഷണം എന്ന് പറയാം. ഇതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ പെപ്റ്റിക് അൾസർ, വയറിനകത്തുള്ള അൾസർ കൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് വരും. പിന്നെ വയറ്റിനകത്തുള്ള അമിഴം, ആസിഡിറ്റി കൂടി ഈ അമശത്തിൽ നിന്ന് അന്നനാളത്തേക്കൊക്കെ കയറി വരുമ്പോൾ ഈ നെഞ്ഞെരിച്ചലായിട്ട് ഉണ്ടാവും. അത് ഗ്യാസ് കോമൺ ടേംസ് പറയുമ്പോൾ ഗ്യാസ് ആണെന്ന് പറയും. ഗ്യാസ് ആയിട്ട് അത് മേപ്പെട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മളത് പുളിച്ചു തകട്ടലെന്ന് പേഷ്യൻസ് അനുഭവപ്പെടും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ അന്നനാളും സ്റ്റൊമക്കും വയറും ചേർന്ന് ജംഗ്ഷനിൽ ഒരു സ്പിങ്ക്ടർ ഉണ്ട്. ആ സ്പിങ്ക്ടർ പലപ്പോഴും നമ്മൾ ഭക്ഷണം ഇറങ്ങുമ്പോൾ അത് ലൂസാവും. ഭക്ഷണം താഴോട്ട് അമശത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടൈറ്റ് ആവേണ്ടതാണ്. ഈ നോർമൽ സിറ്റുവേഷൻ അല്ലാത്ത സിറ്റുവേഷനിൽ ഇത് ലൂസ് ആകുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന വയറ്റിനകത്തുള്ള ഈ അമിഴം ആസിഡ് ഉള്ള ഇതൊക്കെ റിഫ്ലക്സ് എന്ന് പറയും. അത് മുകളിലോട്ട് അന്നനാളത്തോട്ട് കയറി വരുമ്പോഴാണ് ഈ നെഞ്ഞെരിച്ചിലുണ്ടാവുക. അതിന് ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മൾട്ടിഫാക്ടോറിയലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കൂടുതൽ എരിവുള്ള ഭക്ഷണം, മസാല, പിന്നെ ചില ഫുഡ് ഐറ്റംസ്, പ്രത്യേകിച്ച് ഈ ലോവർ ഈസോഫേജിയൽ സ്പിങ്ക്ടർ തന്നെ അതിനെ ലൂസാക്കും. അത് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ കോഫി, ഈ കട്ടൻ ചായ, കട്ടൻ കാപ്പി, കൂടുതൽ മസാല ഫുഡ്സ്, പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇത് രണ്ടുമാണ്. ഈ ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് നമ്മൾ ലൈഫ് സ്റ്റൈലിലെ മോഡിഫിക്കേഷനാണ്. പിന്നെ ഭക്ഷണം, ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണമൊക്കെ ഇതെല്ലാം ഈ സിംറ്റംസിനെ കൂട്ടും. നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ വയറ്റിനകത്തുള്ള വയറ്റിനകത്തുള്ള ഏറ്റവും അകത്തുള്ള പാർട്ട്, ആ പാർട്ടിൽ വയറ്റിനകത്ത് എപ്പോഴും ആസിഡ് ഉണ്ടാവും. ഈ മ്യൂക്കോസ ആണ് ഈ ആസിഡിനെ എതിർക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും. അത് നമ്മൾ ഈ സ്മോക്കിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ മ്യൂക്കോസൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് കുറയും. അപ്പോൾ വയറ്റിനകത്ത് നോർമലായിട്ട് ഉണ്ടാകുന്ന ആസിഡ്, ഈ അമിഴം, ഇത് വയറിനെ പുണ്ണാക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം അത് കുറച്ച് നീർക്കെട്ടുണ്ടാവും. ആ നീർക്കെട്ട് ചിലപ്പോൾ നമ്മുടെ ഈ ലോവർ ഈസോഫേജിയൽ സ്പിങ്ക്ടർ കടന്ന് അന്നനാളത്തോട്ട് മുകളിൽ വന്ന് അവിടെ നീർക്കെട്ടുണ്ടാവും. അതിന് ഈസോഫേജൈറ്റിസ് എന്ന് പറയും. ഇത് അടുത്ത സ്റ്റേജ് ആകുമ്പോൾ ഇറോസീവ് ഗ്യാസ്ട്രൈറ്റിസ്, ഇറോസീവ് ഈസോഫേജൈറ്റിസ് എന്ന് പറയും. ആ നീർക്കെട്ടുള്ളത് പിന്നെ കുറച്ച് അതിനകത്ത് നിന്ന് പുണ്ണ്, ആ മ്യൂക്കോസിൽ ഉള്ള ഒരു വിള്ളൽ വരും. അത് വരുമ്പോൾ ആദ്യം ഇറോഷൻസ് ആവും. പിന്നെ അത് കൂടുതലായി വരുമ്പോഴാണ് അൾസറായി മാറുന്നത്. ആ അൾസറായി മാറുമ്പോൾ ഈ നമ്മൾ കഴിക്കുന്നത് ഇങ്ങനെ ഈ അസിഡിറ്റി കൂടുന്ന സമയത്ത് ഈ അന്നനാളത്തോട്ട് മുകളിലോട്ട് കയറി വരും. അന്നനാളത്തോട്ട് മുകളിൽ കയറി വരുന്ന സമയത്ത് ആ ഭാഗത്ത് യൂഷ്വലി ഈ അസിഡിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്തിൽ പുതിയതായിട്ട് ഒരു ആസിഡ് ഉണ്ടാകുന്ന സമയം നമ്മുടെ ദേഹം അത് റിയാക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം നീർക്കെട്ടുണ്ടാവും. ആ നീർക്കെട്ട് ആകുന്ന സമയത്ത് പേഷ്യൻസ് അനുഭവപ്പെടുന്നത് നെഞ്ഞെരിച്ചിലായിരിക്കും അല്ലെങ്കിൽ പുളിച്ചതായിട്ടിലായിരിക്കും. നീർക്കെട്ട് ഉള്ളത് അടുത്ത സ്റ്റേജിലേക്ക് ഇറോഷൻസ്, അതിൽ നിന്ന് ആ തൊലി പോകും, അകത്തുള്ള മ്യൂക്കോസ കടന്നു പോകുന്നെന്ന് പറയാം. അതിനടുത്ത സ്റ്റേജ് പിന്നെ അൾസറായി മാറും. അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എൻഡോസ്കോപ്പി ഇൻവെസ്റ്റിഗേഷൻ ആണ് ചെയ്യേണ്ടത്. എൻഡോസ്കോപ്പി ചെയ്താൽ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് അൾസർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതല്ലാണ്ട് അതിന് മുകളിലോട്ട് കയറി വരുന്ന വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, അൾസറിന് പല കാരണം ഉണ്ടാവും. ഒന്ന് അസിഡിറ്റി കൂടുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് നിയോപ്ലാസം, അതിൻ്റെ സ്റ്റൊമക്കിലുള്ള ക്യാൻസർ, അതും ആദ്യം അൾസറായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ അത് എന്താ കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ലൈവായിട്ട് എൻഡോസ്കോപ്പി മുഖാന്തരം പോയി കാണാനും പറ്റും. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് ബയോപ്സി എടുക്കാനും പറ്റും. ഇതിന് മരുന്ന് എന്ന് വെച്ചാൽ ഓവർ ദ കൗണ്ടർ മെഡിസിൻ, കുറേ മെഡിസിൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഡോക്ടറെ കാണാണ്ട് തന്നെ ഫാർമസി പോയി മെഡിസിൻ കഴിക്കാറുണ്ട്. കഴിച്ചാൽ ആശ്വാസം കിട്ടും. പക്ഷെ അതിന് മൂലകാരണം നമ്മൾ അറിയപ്പെടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ തന്നെ ആശ്വാസം കിട്ടുന്നതുകൊണ്ട് 4 ദിവസം 5 ദിവസം പേഷ്യൻസ് മരുന്ന് കഴിച്ചത് നിർത്തുകയും ചെയ്യും. പക്ഷെ പിന്നെയും അതിൻ്റെ ബേസിക് മെക്കാനിസം എന്താണെന്ന് അറിയാത്തതുകൊണ്ട്, അത് ക്ലിയർ ആകാത്തതുകൊണ്ട് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞ പേഷ്യൻസ് പിന്നെയും അത് അതേ സിംറ്റംസ് ഡെവലപ്പ് ആകും. ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയറുടെ ക്യാൻസർ ഉള്ളത് കൊണ്ടും ക്യാൻസറും ഈ അൾസർ പോലെ പ്രത്യക്ഷപ്പെടും. അത് നമ്മൾ അൾസറിൻ്റെ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഗാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ ആദ്യം സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് അവരാദ്യം പേഷ്യൻ്റ് സിംറ്റംസ് നോക്കിയിട്ട് ആദ്യം മരുന്ന് കഴിക്കാൻ പറയും. 2 ആഴ്ച ഇനിഷ്യലി മെഡിസിൻ കഴിച്ച് നോക്കിയിട്ട് സിംറ്റംസ് കുറവായില്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് എൻഡോസ്കോപ്പിയാണ്. അപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്ത് അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ഈ പുളിച്ചു തേട്ടൽ നെഞ്ഞെരിച്ചിലിൻ്റെ കോസ് മൾട്ടിഫാക്ടറിലാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണം, ലൈഫ് സ്റ്റൈൽ,
നമ്മുടെ ലൈഫ് സ്റ്റൈൽ, പിന്നെ ഈ സ്ട്രെസ്സും നമ്മൾ അൾസർ കൂടുതൽ ഉണ്ടാക്കും. അപ്പോൾ അതിന് ഇതെല്ലാം കൂടെ ഒരു മരുന്ന് മാത്രം കഴിച്ചിട്ട് പോരാ. ഇതിന് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും. മരുന്നും ഭക്ഷണവും നമ്മൾ മാറ്റം വരുത്തണം, മരുന്നും കഴിക്കണം, ഈ സ്ട്രെസ് ഇല്ലാത്ത ആക്ടിവിറ്റീസും നമ്മൾ ഇതാക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് കിട്ടുള്ളൂ. ഇതിൻ്റെ റിലീഫ് കിട്ടാനായിട്ട് നമ്മൾ പനി വരുന്ന പോലെയോ ജലദോഷമുള്ള പോലെയോ 5 ദിവസം മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്. നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ സ്ഥിരമായിട്ട് ചെയ്താലേ ഉള്ളൂ ഇതിനൊരു ആശ്വാസം കിട്ടുള്ളൂ. ഇത് ഒരു ഈസിലി ട്രീറ്റബിൾ കണ്ടീഷനാണ്. പക്ഷെ നമ്മളത് ഒത്തിരി ഡിലേ ആയി കഴിഞ്ഞാൽ അത് സിംറ്റം കോംപ്ലിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക, ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ തേടുക.